എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് യാത്ര പോകുന്നത് ഹനുമാന്റെ കയ്യിൽ നിന്നും അടർന്നു വീണ ഒരു മലയിലേക്കാണ്. പാലക്കാട് നിന്ന് 45 കിലോമീറ്ററും ഒറ്റപ്പാലത്ത് നിന്ന് 15 കിലോമീറ്ററും അകലെയാണ് നമ്മുടെ ഈ അനങ്ങന്മല സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. നമുക്ക് കേറല്ലേ? ഓക്കേ അല്ലേ? റെഡി? രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. തിങ്കളാഴ്ച അവധി ദിവസവുമാണ്. 40 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ മലയിലേക്ക് യാത്ര ആരംഭിക്കാം. ഈ പടികൾ കയറി വേണം നമുക്ക് ആ മലയുടെ മുകളിലെത്താൻ. പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിലാണ് അനങ്ങന്മല ഉള്ളത്. 2500 ഏക്കറാണ് ഈ പ്രദേശം. ഈ പ്രദേശം മുഴുവനും വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡും കാര്യങ്ങളും മലയുടെ മുകളിൽ ലഭ്യമാണ്. 5 മണിയോട് കൂടിയാണ് നമ്മളിവിടെ എത്തിയത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ ഒരിടമാണിത്. കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പറഞ്ഞ് ഈ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങൾ മനോഹരമായാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്ത നദികളിലൊന്നായ ഭാരതപ്പുഴ ഈ പ്രദേശത്തിന്റെ ആകർഷണമാണ്. മനോഹരമായ ഭൂപ്രകൃതിയും മലകളും അവയുടെ താഴ്വരകളും കണ്ണൻ ചിമ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. സുന്ദരമായ അന്തരീക്ഷം, താഴ്വരയിലെ കാറ്റ് എന്നിവ സഞ്ചാരികൾക്ക് മുമ്പെങ്ങുമില്ലാത്ത ഒരു അനുഭവമായിരിക്കും ഇവിടെ വന്നാൽ. ഭൂനിരപ്പിൽ നിന്ന് 1200 മീറ്ററാണ് ഈ മലയുടെ ഉയരം. ഇവിടെ ട്രെക്കിങ്ങിനുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ്. മലയുടെ മുകളിൽ വീശിയടിക്കുന്ന കാറ്റും വിസ്മയങ്ങൾ തീർത്ത ആകാശത്തിലെ സൂര്യനെ കാണാനും ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും അവധി ദിവസങ്ങളിൽ ഒത്തിരി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്നും ഇറങ്ങി റോഡിന്റെ എതിർവശത്തുള്ള വ്യൂ പോയിന്റ് നമുക്കിനി കാണാം. രാമരാവണ യുദ്ധത്തിൽ ബോധരഹിതരായ രാമലക്ഷ്മണന്മാരെ ഉണർത്തുന്നതിനു വേണ്ടി ഹനുമാൻ മൃതസഞ്ജീവിനിയുമായി വരുന്ന സന്ദർഭത്തിൽ ദ്രോണഗിരി പർവ്വതത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണു. ശക്തനായ ഹനുമാൻ എത്ര ശ്രമിച്ചിട്ടും ഈ അടർന്ന ഭാഗത്തെ ഉയർത്താൻ സാധിക്കുന്നില്ല. ഇപ്രകാരം ഹനുമാൻ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അനങ്ങാത്തതിനാലാണ് ഈ മലയ്ക്ക് അനങ്ങന്മല എന്ന് പേര് വന്നത് എന്നാണ് പുരാണങ്ങളിലെ കഥ. പടികളിറങ്ങി താഴെ വന്നാൽ പാറക്കെട്ടുകളെ തഴുകിയൊഴുകുന്ന ഒരു അരുവിയും കാണാം. വെള്ളത്തിലിറങ്ങി അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. നമ്മൾ നമ്മുടെ സേഫ്റ്റി സ്വയം നിയന്ത്രിക്കുക. കാരണം നല്ല വഴുക്കലുള്ള പാറക്കെട്ടുകളായതുകൊണ്ട് സ്ലിപ്പാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ആരും ഇറങ്ങാതിരിക്കാൻ നോക്കുക. പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ സൗന്ദര്യത്തെ ആസ്വദിച്ച് നമുക്ക് യാത്ര മടങ്ങാം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.